ഹലോ ഗായ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ചേമ്പും തണ്ടും കൊണ്ട് ഒരു തോരൻ വെക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ചേമ്പും തണ്ട് തോരൻ വെക്കാം. അത് മുറിച്ചിട്ട് വരാം. നമുക്ക് ചേമ്പും തണ്ട് മുറിക്കാം. നമുക്ക് ചേമ്പും തണ്ടൊക്കെ മുറിച്ചെടുക്കാം. അപ്പം ഞാനൊരു 4-5 ചേമ്പും തണ്ട് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതും കൊണ്ട് തോരൻ വെച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിലേക്ക് പ്രത്യേകിച്ച് വേറെ കറിയൊന്നും വേണ്ട. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചേമ്പും തണ്ട് ഇങ്ങനെ തോരൻ വെച്ച് കഴിക്കാൻ. അതുപോലെ ഇത് ചേമ്പും തണ്ടും പരിപ്പും ഇട്ടിട്ട് കറി വയ്ക്കും. പിന്നെ കപ്പയും ചേമ്പും തണ്ടും വയ്ക്കും. കപ്പ പറഞ്ഞാൽ കൊള്ളി എന്നൊക്കെ പറയില്ലേ, ചിലയിടത്ത് അങ്ങനെ കൊള്ളി എന്നൊക്കെ പറയുക കപ്പനെ. ഇവിടെ കപ്പ എന്നാണ് പറയുക കേട്ടോ, അല്ലെങ്കിൽ മരച്ചീനി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ചേമ്പും തണ്ട് 3-4 കഴുകി തണ്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകിയിട്ട് വൃത്തിയാക്കി എടുക്കാം. ഇനി നമുക്ക് ചേമ്പും തണ്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. വൃത്തിയായിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അരിഞ്ഞെടുക്കാം. ചേമ്പിൻ്റെ തണ്ടൊക്കെ അപ്പോൾ നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പിന് തയ്യാറാക്കാം. അപ്പോൾ അരപ്പിന് ആവശ്യമായിട്ട് കുറച്ച് തേങ്ങ, ഇപ്പോൾ ഒരു അരമുറി തേങ്ങയുണ്ട്. ഞാനിതിലേക്ക് അരമുറി തേങ്ങ എടുക്കുന്നുണ്ട്. ഇത്രയൊന്നും വേണ്ട കേട്ടോ, അത് കുറച്ചെടുത്താൽ മതി. ഞാനെടുത്ത് ലേശം കൂടിപ്പോയി. ഇത്ര വേണ്ട കേട്ടോ, നമ്മുടെ ചേമ്പിൻ്റെ തണ്ട് നോക്കിയിട്ട് എടുത്താൽ മതി. അതിൻ്റെ ഒരു അരമുറി തേങ്ങ ആവശ്യമില്ല, അതിന് കുറച്ച് മതി. ഒരു പിടി തേങ്ങ മതി കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ചേർക്കാം. നല്ല കടുക് ചേർക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരട്ടെ. ഇനി നമുക്ക് ഈ ചേമ്പിൻ്റെ തണ്ട് ഇതിലോട്ട് ഇടാം. അപ്പോൾ നമ്മൾ ചേമ്പിൻ്റെ തണ്ട് ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ അവിയലൊക്കെ വെക്കില്ല, അതുപോലെ തന്നെ ഇത് വയ്ക്കുക. തൈര് ഒഴിക്കില്ലെങ്കിൽ മാത്രം. നമുക്കങ്ങനെ ഇളക്കാട്ടോ. കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് തിളച്ച് വരട്ടെ. തീ കൂട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് ഒന്ന് വെന്ത് വരട്ടെ. ഇതിലേക്ക് ചേർക്കാം കേട്ടോ. പിഞ്ച് മഞ്ഞൾപ്പൊടി, അപ്പോൾ നമ്മുടെ ചേമ്പും തണ്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട്.
അപ്പോൾ ഇതിൻ്റെ നമ്മൾ ആദ്യം ഒഴിച്ച കുറച്ച് വെള്ളം പിന്നെ ഈ ചേമ്പിൻ തണ്ടിലുള്ള വെള്ളമാണ് കേട്ടത്. പിന്നെ നമ്മുടെ ഈ ഉള്ള അരപ്പിൽ അരച്ച് വെച്ച അരപ്പ്, ആ അരപ്പ് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ആ വെള്ളത്തിലോട്ട് ഇടും. എന്നിട്ട് എല്ലാം പാടെ ഒന്ന് മൂടിയിട്ട് ഈ അരപ്പൊന്ന് ആവിയിൽ വേവിച്ചെടുക്കും. എന്നിട്ട് ലാസ്റ്റ് അതെല്ലാം പാടെ ഒന്ന് മിക്സ് ചെയ്യും. അപ്പോൾ അരപ്പെല്ലാം നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം കേട്ടോ. ഈ ചേമ്പിൻ്റെ തണ്ടെല്ലാം പാടെ മേലെ ഇട്ട് ഇതൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാം പാടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ അരപ്പും വെന്തിട്ടുണ്ട്, പിന്നെ ചേമ്പും തണ്ടും വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചേമ്പും തണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതിൽ വേണമെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ട് കടുക് പൊട്ടിക്കുന്ന സമയത്ത് തന്നെ ചെറിയ ഉള്ളി ഇട്ടിട്ട് ഒന്ന് താളിക്കുക. ഞാൻ ചെറുള്ളി ഇട്ടിട്ടില്ല. ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ചേമ്പുത്തണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് മാത്രം മതി കഴിക്കാൻ. പക്ഷെ ഞാനൊരു മീൻ വറുത്തതും കുറച്ച് മുട്ട പൊരിച്ചതും എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.